ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. ഒരുപാട് അപ്ഡേറ്റ് പറയാനുണ്ട്. എമ്പുരാൻ അടക്കം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മമ്മൂക്ക സിനിമയെ കുറിച്ച് പറയാനുണ്ട്. ആദ്യം തന്നെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഇതിന്റെ റിവ്യൂ ചാനൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് റീ റിലീസ് ചെയ്തപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ ഇട്ടത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഗംഭീര എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ പല ആളുകളും പറഞ്ഞു സ്ലോ പേസിൽ പോകുന്നു എന്നൊക്കെ. പഴയ പടമാണ്. ആ പടം വീണ്ടും റീമാസ്റ്റർ ചെയ്ത് ഇറക്കുക എന്ന് പറയുമ്പോൾ ഇത്ര ക്വാളിറ്റിയിൽ പണ്ടത്തെ ഒരു ഡ്രമാറ്റിക് സ്റ്റൈലും കാര്യങ്ങളും എന്ത് ഭംഗിയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ആളുകൾ കമന്റിൽ ഇങ്ങനെ അത് പഴയ സിനിമയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞ് തരം താഴ്ത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഗംഭീര സിനിമയാണ്. വൻ ഡിമാൻഡ് ആണ് വടക്കൻ വീരഗാഥയ്ക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വൻ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ വലിയ വലിയ നടന്മാരടക്കം അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ട്രെൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിട്ടുള്ള ഈ വടക്കൻ വീരഗാഥ. ഞാൻ പറഞ്ഞു, ഞാൻ ജനിക്കുന്നതിന്റെയും 7-8 വർഷം മുമ്പ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. അപ്പൊ അതങ്ങനെ കാണാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇപ്പോഴും പറയാണ്, ആരെങ്കിലും അത് കാണാൻ ഉണ്ടെങ്കിൽ അടുത്ത് തിയേറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ വേണമെങ്കിൽ യൂട്യൂബിലും കാണാം, പക്ഷെ ആ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഓക്കെ, അടുത്തത് തരുൺ മൂർത്തി, അതായത് നമ്മുടെ തുടരും എന്ന് പറയുന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ്. ആ സിനിമയുടെ ഡയറക്ടർ അദ്ദേഹം ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഭയങ്കര വൈറലായിട്ടുണ്ട്. വളരെ മോശമായിട്ടാണ് ആൾക്കാർ അത് കാണുന്നത്. ലാലേട്ടനെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഗതി കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എന്റെ ഫ്രണ്ട്സ് അടക്കം കുറച്ച് ആളുകൾ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു സംഭവം എയറിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പഴയ ലാലേട്ടനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് തരുൺ മൂർത്തി പറഞ്ഞു. അപ്പൊ എല്ലാരും പറയുന്നത് ലാലേട്ടനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതിന് ഞങ്ങളും പറഞ്ഞു, ലാലേട്ടൻ കയ്യിൽ നിന്ന് പോയി, മോശമായി, പുള്ളി താടി ഇല്ലാണ്ട് അഭിനയിക്കാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയായിട്ട് ലാലേട്ടന്റെ നെഞ്ചത്തേക്ക് എല്ലാം കൂടെ ഒറ്റ കയറ്റാണ്. തരുൺമൂർത്തി വരെ പറഞ്ഞു, ഒരു ഡയറക്ടർ പറഞ്ഞു. അപ്പൊ സിനിമ കയ്യിൽ നിന്ന് പോയി, ഫ്ലോപ്പായി. ആ പടത്തിൽ വളരെ മോശം അഭിനയം ആയതുകൊണ്ട് ആയിരിക്കലും പുള്ളി അങ്ങനെ പറയുന്നതൊക്കെയാണ് ചർച്ചകൾ. അത് മുഴുവൻ കേൾക്കാതെ ഒരു പകുതി മാത്രം കേട്ടിട്ട് ഒന്നും പറയരുതെന്നാണ് ആദ്യം പറയാനുള്ളത്. സത്യാവസ്ഥ ഇതാണ്, പഴയ ലാലേട്ടനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ബാക്കിയെ അദ്ദേഹത്തിന് പുതിയൊരു സ്റ്റൈലുണ്ട് തരുൺമൂർത്തി. ഇനി എന്താണ് സംഗതി എന്നുള്ളത് കേട്ടുനോക്കാം. പഴയ ലാലേട്ടൻ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വെക്കാൻ പാടില്ല. പഴയ ലാലേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് പുതിയൊരു സ്റ്റൈലുണ്ട്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിക്കും അഭിനയത്തിനുമെല്ലാം ഒരു പുതിയ സ്റ്റൈൽ ഫ്ലേവർ ഉണ്ട്. ലാലേട്ടൻ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മോനും ഒക്കെ ഇഷ്ടമാണ്. എൻ്റെ മോൻ ഒരു പുലിമുരുകൻ ഫാനാണ്. അത്രയും തലമുറയെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും തലമുറക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് തരുൺ മൂർത്തി. എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് ലാലേട്ടൻ പണ്ട് ചെയ്തിട്ട കഥാപാത്രങ്ങൾ, പഴയ ലാലേട്ടൻ, പണ്ടത്തെ ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ലാലേട്ടൻ ഇപ്പോഴും ഉണ്ട്. ലാലേട്ടൻ ഇപ്പോഴും നല്ലൊരു സ്റ്റൈൽ ഉണ്ട്. അത് പുതിയൊരു ഫ്ലേവർ ഉണ്ട്. പുള്ളി അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഇപ്പോഴും തരുന്നുണ്ട്. പുതിയൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു നടൻ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. പഴയ പോലെ തന്നെ എപ്പോഴും അഭിനയിച്ചാൽ നമ്മൾ പറയില്ലേ ഏതെന്താണ് പഴയ അഭിനയം തന്നെ, എന്താണ് ഇത് നിർത്തി പോകാനായി എന്ന് പറയും. പുള്ളി അപ്ഡേറ്റ് ആയി, പുള്ളി പുതിയ സ്റ്റൈൽ കൊണ്ടുവന്നു, പുതിയ സ്റ്റൈലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഡയലോഗ് ഡെലിവറിയിൽ അടക്കം അത് ഫീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ എന്താണ് പ്രശ്നം? നിങ്ങൾ കേട്ടത് തുടക്കത്തിൽ പറഞ്ഞ പഴയ ലാലേട്ടൻ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അയ്യോ, അത് ആ പഴയ ലാലേട്ടൻ ഒരിക്കലും തിരിച്ചു കിട്ടില്ല, നഷ്ടം. അങ്ങനെയല്ല കേട്ടോ. അത് പഴയ ലാലേട്ടനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അദ്ദേഹത്തിന് പുതിയൊരു സ്റ്റൈലുണ്ട്. അതാണ്, അല്ല അതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഫുള്ള് കേൾക്കാതെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അടുത്തത്, മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും വീണ്ടും ഒരുമിക്കുന്ന സിനിമ. ഉണ്ടയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കാണ്. കുറെ ആളുകൾ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അപ്ഡേറ്റിൽ പറഞ്ഞാണ്, വീണ്ടും വീണ്ടും പറയാതിരുന്നതാണ്. അപ്പൊ ആകെ പറയാനുള്ളത് അതൊരു പുതിയ സിനിമ എന്ന് പറയുന്നത് ഒരു കോമഡി എന്റർടൈനർ ആണ് എന്നുള്ളതാണ്. മമ്മൂട്ടിയും സംവിധായകൻ ഖാലിദ് റഹ്മാനും വീണ്ടും ഒരുമിക്കുന്നു. ഉണ്ടയ്ക്ക് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ചിത്രം കോമഡി ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കോമഡി ആക്ഷൻ എന്റർടൈനർ. ഖാലിദ് റഹ്മാൻ മൂവീസ് അറിയാലോ, വമ്പൻ പടങ്ങളായിരിക്കും. നല്ല രസമായിരിക്കും എന്റെ ഫ്രെയിംസും കാര്യങ്ങളും കാണാൻ. മമ്മൂക്കനെ പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളിയുടെ ഏറ്റവും പീക്ക് ലെവൽ എന്താ പറയാ, കിഡിലൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കിഡിലൻ സാധനം നമ്മൾ മുമ്പിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന, കിഡിലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ആ സിനിമ ഗംഭീര സിനിമയായിരിക്കും. നെക്സ്റ്റ്, VD12. കുറെ ആളുകൾ VD12 ടീസർ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഒരുപാട് ലേറ്റ് ആയി, അതുകൊണ്ടാണ് പിന്നെ ഞാനത് റിയാക്ട് ചെയ്യാതിരുന്നത്. ആ സമയത്ത് എനിക്ക് എന്തുകൊണ്ടോ പറ്റിയില്ല. അപ്പൊ പിന്നീട് ചെയ്യേണ്ട വെച്ചിട്ട് അങ്ങനെ നിന്നാണ്. എന്തായാലും ഹിന്ദി ടീസർ ഇൻ ദി വോയിസ് ഓഫ് രൺബീർ കപൂർ, സൂപ്പർ സ്റ്റാർ രൺബീർ കപൂർ. VD12 ഹിന്ദി ടീസർ വരുന്നത് രൺബീർ കപൂറിന്റെ വോയിസിലാണ്. എന്തായാലും ഈ പടം
വിജയ് ദേവരകൊണ്ട 12ാമത്തെ സിനിമ, അത് വൻ ഹൈപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. പുള്ളി ഇപ്പൊ ഇതിനിടയിൽ 2-3 സിനിമകളൊക്കെ ഇറങ്ങി ഫ്ലോപ്പായി, പക്ഷെ ഇതൊരു വൻ പടമാണെന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീസർ ഞാൻ റിയാക്ട് ചെയ്യാത്തത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി അത് വന്നിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ എമ്പുരാനിലേക്ക് വരികയാണ്. എമ്പുരാൻ അറിയാലോ, 18 ദിവസം 36 കഥാപാത്രം, 2 ക്യാരക്ടർ ഓൾറെഡി കഴിഞ്ഞിരുന്നു. ക്യാരക്ടർ നമ്പർ 36, 35, ഇനി 34 വന്നിട്ടുണ്ട്, 33 വന്നിട്ടുണ്ട്, 32 വന്നിട്ടുണ്ട്. നോക്കാം ആരൊക്കെയാണെന്നുള്ളത്. ഒന്ന് നമ്മുടെ സലാബത്ത് ഹംസയാണോ എന്നറിയില്ല. ചെയ്യുന്നത് ബഹ്സാദ് ഖാൻ. ആ സലാബത്ത് ഹംസ, ഈ ബഹ്സാദ് ഖാൻ നമ്മുടെ ബോളിവുഡ് നടനാണ്. ഹിന്ദിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകളൊന്നുമില്ല, എല്ലാവർക്കും അത്ര ഫേവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഫേസ് ഒന്നും അല്ല, പക്ഷെ കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇത്ര വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഞാൻ അതിന്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പാകിസ്ഥാൻ തീവ്രവാദി ലുക്കാണ് തോന്നുന്നത്. പിന്നെ ഇറാഖിലും ഇറാനിലും ഒക്കെ വലിയ യുദ്ധങ്ങൾ നടന്നു എന്നൊക്കെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ അവിടേക്കുള്ള ഏതെങ്കിലും വലിയ ആളായിരിക്കും. എന്തായാലും കയ്യിലുള്ളത് AK-47 ആണെന്നാണ് എന്റെ ഗസ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ അതൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു സാധനം, അതാണ് ആദ്യം വന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു, NDTVയുടെ മൊയ്ലാലി. 45 കോടി കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് സ്റ്റീഫൻ കള പറിക്കാൻ ഇറങ്ങിയപ്പോ സ്റ്റീഫൻ ഇവിടെ കുടൽ ചോര എന്നൊക്കെ നൈലാവുഷ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, NDTVക്ക് ഒരു ഫണ്ടിങ് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയല്ല പറയുന്നത്, ഫണ്ടിങ് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അത് ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് തീർക്കാം എന്ന് പറയുന്ന സമയത്ത് പുള്ളി പുച്ഛത്തോടെ പറയുന്നത്, സ്റ്റീഫൻ വിചാരിക്കുന്ന പോലെ ചെറിയ എമൗണ്ട് അല്ല എന്ന് പറയുമ്പോ യു ഹാവ് എ മെസ്സേജ്. മോനെ മാസ സാധനമായിരുന്നു. അത് പറഞ്ഞിട്ട് പറയും 45 crores എന്ന് ചോദിക്കുന്നത്, 45 കോടിയുടെ ഒരു ഫണ്ടിങ് ഇഷ്യൂ. അത് ആ സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് തീർത്തു സ്റ്റീഫൻ നെടുമ്പള്ളി. ഞെട്ടിച്ചു എന്നുള്ളതാണ്. അയ്യോ, ഇത്രയും കൂടി ആരാണ് താങ്കൾ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അതാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോ ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പേര് എല്ലാത്തിന്റെ ശരിക്കും വരുന്നത് ജിജു ജോൺ ആണോ അറിയില്ല. ആ സഞ്ജീവ് കുമാർ ക്യാരക്ടർ നെയിം. പുള്ളിന്റെ ഒരു സാധനം. പുള്ളിനെ ഇതിന്റെ എല്ലാത്തിന്റെ ഓരോ പോസ്റ്ററിന്റെ ഒപ്പം ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരാൻ 2 മിനിറ്റ് 3 മിനിറ്റ്. പുള്ളി പറഞ്ഞത് ചെറിയൊരു സാധനമാണ്, പക്ഷെ ഇമ്പാക്ട് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് ചെയ്യാൻ പറ്റില്ല, ഭാഗ്യമുണ്ടെന്നൊക്കെ പോലെ കുറെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ NDTVയുടെ ഓഫീസിൽ തന്നെ ആയിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സാധനം. അതിനെക്കുറിച്ച് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ അതിനോട് അനുബന്ധിച്ച് ഇന്ന് 6 മണിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ നൈല ഉഷ ചേച്ചിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള അരുന്ധതി സഞ്ജീവിന്റെ വൈഫ്. പ്രണയിച്ച് വിവാഹം കഴിച്ച ക്യാരക്ടറാണ്. അതിനെക്കുറിച്ചൊക്കെ വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. എന്തായാലും നൈല ഉഷ ആസ് അരുന്ധതി സഞ്ജീവിന്റെ ആ സ്ട്രോങ് ബോൾഡ്നെസ് ഒക്കെ കണ്ടിട്ടാണ് പ്രണയിച്ചിട്ടുള്ളത്. ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൽ, കറക്റ്റ് ഇങ്ങനെയല്ലെങ്കിലും ആ അർത്ഥം വരുന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ വലം കൈയെന്നോ അല്ലെങ്കിൽ പാതി എന്നൊക്കെ പറയാവുന്ന അരുന്ധതി സഞ്ജീവ്, സ്റ്റീഫന്റെ കോളറിലെ ചോര കണ്ട് ഞെട്ടിത്തരിച്ച അരുന്ധതി. അപ്പൊ അരുന്ധതിയുടെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതോ ഒരു ചടപ്പിൽ ഇരിക്കുകയാണെന്നാണ് കണ്ടാ തോന്നുന്നത്. എന്തോ ഒരു പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. ബട്ട് ആ പ്രശ്നമൊക്കെ സ്റ്റീഫച്ചായൻ തകർക്കും മക്കളെ. അപ്പോ ആ ഒരു ഫോട്ടോ ഇതേപോലെ തന്നെ നല്ല ഒരു ഫോർമൽ ഡ്രസ്സിലൊക്കെയാണ്. NDTV അല്ലേ, അതെ NDTV അത് ഞാൻ തോന്നുന്നു. അതിന്റെ ടാഗ് ഒക്കെ കഴുത്തിലിട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഫോട്ടോ അതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗ്ലാഡ് ടു ബി എ പാർട്ട് ഓഫ് ദ സാഗ എംപുരാൻ കമ്മിങ് ടു യു ഓൺ 27th March, ബ്രേസ് യുവർസെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമാണ്. എന്തായാലും ഫോട്ടോസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള കിടിലൻ സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ 3 കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ 3 കഥാപാത്രങ്ങളെയാണ് ഇവർക്ക് റിവീൽ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വരാനുണ്ട് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ. ഇപ്പോൾ ആദ്യം നിന്നുള്ള 2, 5, 6 കഥാപാത്രമൊക്കെ കണ്ടായിട്ടുള്ളൂ. ഇനിയും വരാനുണ്ട് 30 കഥാപാത്രങ്ങൾ. കാത്തിരിക്കുന്നത് മഞ്ജു വാര്യർക്കും ടൊവിനോയ്ക്കും പൃഥ്വിരാജിനും ലാലേട്ടനും വേണ്ടിയിട്ട് തന്നെയാണ്. അതല്ലാതെ വേറെ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമിയോസ് ആയിട്ട് പരിചയപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുമോ എന്നുള്ളൊരു ആകാംക്ഷ എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കാത്തിരിക്കാം.